നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പെയിൻറ്റിങ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ബ്രഷ് എങ്ങനെ പിടിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിർബന്ധമായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇനി വരും ക്ലാസ്സസിൽ പെയിൻറ്റിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്ലൈനിങ് എത്രത്തോളം ഭംഗിയാക്കുന്നു അതിലാണ് അതിൻ്റെ ആ ഒരു ഭംഗി അടക്കുന്നത് അല്ലേ. ഔട്ട്ലൈനിങ് നമ്മൾ ഭയങ്കര തിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെയിൻറ്റിങ്ങിന് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. പകരം നമ്മൾ വളരെ തിന്നായിട്ട് ഔട്ട്ലൈനിങ് കൊടുത്ത് ഫില്ലിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് കാണാൻ തന്നെ ഭയങ്കര നല്ല രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഔട്ട്ലൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെയും ബാക്ക് സ്റ്റിച്ചിൻ്റെയും മോട്ടിഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പം നമുക്കൊരു മോട്ടിഫിൽ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു മോട്ടിഫിൽ അപ്ലൈ ചെയ്യുമ്പം അതൊരുപാട് ലാഗാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പം ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കാണിക്കും, എങ്ങനെയാണ് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും മോട്ടിഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം പാർട്ട് 1 മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഓരോ വീഡിയോസും കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതുകൊണ്ട് വലിയ യൂസൊന്നും കിട്ടില്ല. നമുക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കില്ല് കൊണ്ട് നമുക്ക് യൂസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാർട്ട് 1 മുതൽ തന്നെ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടീവ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ ഡിസൈൻസ് വരച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നൊരു ഫ്ലോറൽ ഡിസൈനും ഒന്നൊരു ബേബി നമ്മുടെ മേഘത്തിൽ കിടക്കുന്നത് പോലെയുള്ളൊരു ഡിസൈനുമാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചറിൽ ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ല നമുക്ക് കുറച്ചൊരു വലിയ ഡിസൈൻസൊക്കെ ചെയ്യണം, നിങ്ങളുടെ ഡ്രസ്സിൽ കുറച്ച് വലിയ ഡിസൈൻസൊക്കെ ചെയ്യണം എന്നാൽ അത് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രിൻ്റ് എടുത്തിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഡിസൈൻ ആയതുകൊണ്ട് ഞാനത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് നെക്കിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഡിസൈന് വരച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ 2 ഡിസൈനാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഡിസൈൻസ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇനി ഇത് കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ക്യാമറയൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈന് വേണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ വരച്ചെടുക്കാം അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ കാർബൺ പേപ്പർ വേണം. പിന്നെ ഒരു ക്ലോത്ത് വേണം. ഞാനിവിടെ പോപ്ലിൻ ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ പോപ്ലിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടുന്ന നമ്മുടെ നീഡിൽ വേണം. അതുപോലെ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്.
ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ മുന്നേയുള്ള ക്ലാസ്സിലൊക്കെ മുന്നേ നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത ആ ഒരു ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ട്രേസ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫാബ്രിക് ഇതുപോലെ നിർത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഏത് പോർഷനിലാണോ നമുക്ക് ഡിസൈന് വേണ്ടത് ആ ഒരു പോർഷനിൽ നമുക്ക് നമ്മുടെ കാർബൺ പേപ്പർ ഇങ്ങനെ വെക്കാം. ഇതൊരിക്കലും നമ്മൾ ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാബ്രിക്കിലോട്ട് അത് ട്രേസ് ആയി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുക. ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ഒരുപാട് ബിഗിനേഴ്സ് ആയിരിക്കും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പർ ഇങ്ങനെ വെച്ചു. അതിനുശേഷം നമുക്ക് വേണ്ട ഡിസൈന് എടുത്തിട്ട് ഇതുപോലെ വെക്കാം. എന്നിട്ട് നമ്മളൊരു പെൻസിലോ അല്ലെങ്കിൽ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കിനി വരച്ചു കൊടുക്കാം. നമുക്ക് വേണ്ട സ്ഥലത്ത് തന്നെ ആണോ ഡിസൈന് കറക്റ്റ് വെച്ചേക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് നോക്കണം. അപ്പം നമുക്കിനി വരച്ചു കൊടുക്കാം. ഒരുപാട് പ്രഷർ ഇട്ടൊന്നും നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. പിന്നെ വരയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പേപ്പർ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പം നമുക്ക് ഡിസൈന് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് പേപ്പർ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം വരയ്ക്കുക. ഫുള്ള് വരച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പേപ്പർ മാറ്റി നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിക്ചർ കറക്റ്റ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഫുള്ള് വരച്ചതിന് ശേഷം മാത്രം പേപ്പർ മാറ്റി നോക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി നോക്കാം. അപ്പം നമ്മുടെ ഡിസൈൻ ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് ട്രേസ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡിസൈനും കൂടി ഫാബ്രിക്കിലോട്ട് വരച്ചിട്ട് നമുക്ക് ഹൂപ്പിലോട്ടിടാം. അങ്ങനെ ആകുമ്പം നമുക്ക് ഇടയിൽ വെച്ച് ഹൂപ്പ് അഴിച്ചിട്ട് പിന്നെ ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡിസൈനും ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ വരയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫാബ്രിക് കറക്റ്റ് നിർത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ ഈ ഒരു പിക്ചറും ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ പിക്ചർ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. ഈ ഒരു പിക്ചറിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ചും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഹൂപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഹൂപ്പ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പെയിൻറ്റിങ് ക്ലാസ്സിൻ്റെ ആ ഒരു വീഡിയോയിലും അതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും പഠിച്ച ആ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. നമുക്ക് ഹൂപ്പ് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഹൂപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഫാബ്രിക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് ടൈറ്റാക്കാൻ നിൽക്കരുത്, ഞാൻ പറയാറുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ഭയങ്കര ലൂസായി പോകും, നമ്മൾ ഫാബ്രിക് ഒരുപാട് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് ഈ ഒരു വലിയ ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആവശ്യത്തിന് എടുക്കുക.
അപ്പം നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ 4 സ്ട്രാൻഡ്സിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ കുറച്ചുകൂടി നമ്മൾ ഈ ഒരു വലിയ ഫ്ലവർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്നെസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 4 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ 4 സ്ട്രാൻഡ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2 സ്ട്രാൻഡ്സും ആണുള്ളത്. അപ്പോൾ ഈ ഒരു 4 സ്ട്രാൻഡ്സിൻ്റെ ആണ് ഞാനിപ്പം എടുക്കുന്നത്. അപ്പം നമ്മുടെ നീഡിലെടുത്തിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ത്രെഡിൻ്റെ ഈ ഒരു അറ്റം നമ്മൾ ലാസ്റ്റ് വരെ കൊണ്ടുപോകേണ്ടതില്ല. ഇതൊരു പകുതി വരെ മാത്രം വലിച്ചെടുക്കുക. അതിനുശേഷം മറ്റേ അറ്റം നോട്ട് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മളിങ്ങനെ ത്രെഡ് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ചെറിയൊരു ഡിസ്റ്റൻസിൽ നീഡിൽ വീണ്ടും ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ഈ ഒരു ത്രെഡ് എടുത്തല്ലോ, ആ ഒരു ഡിസ്റ്റൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്നായിട്ട് നമുക്ക് ത്രെഡ് പുറത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാവും റണ്ണിങ് സ്റ്റിച്ച് എന്നുള്ളത്. അതിൽ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും കെട്ട് കൂടാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു പെറ്റൽ ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത പെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ പെറ്റൽ നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നീഡിൽ പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടേത് ഇവിടെ കെട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കെട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ ആദ്യം അഴിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം കെട്ട് വരാതെ ശ്രദ്ധിക്കുക. അല്ല, നിങ്ങൾക്ക് ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കെട്ട് വരാണ്ട് നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പം ഇതുപോലെ കെട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ആദ്യം അഴിച്ച് ഫസ്റ്റ് മുതൽ തന്നെ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. കെട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് പണിയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കെട്ട് വരാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെറ്റലും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മുടെ നെക്സ്റ്റ് പെറ്റൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ചെയ്തു തുടങ്ങാം.
നമ്മൾ മറ്റേ 2 പെറ്റലും ചെയ്ത് എടുത്തതുപോലെ തന്നെ ഇതും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ നോർമലി ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാനിവിടെ ഔട്ട്ലൈനിങ് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ ഡിസൈൻസും ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ വെറും ഔട്ട്ലൈനിങ് മാത്രമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 4ാമത്തെ പെറ്റലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫ്ലവർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോട്ട് ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്നുകൂടിയും ഈ ഒരു വീഡിയോയിൽ പറയാം. നമ്മൾ എൻഡ് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിൻറ്റിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ, ഫാബ്രിക്കിൽ നമ്മൾ തട്ടേണ്ട ആവശ്യമില്ല, സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നീഡിൽ പുറത്തെടുക്കുക. നമ്മളിങ്ങനെ എടുക്കുമ്പം നമുക്കിവിടെ ഒരു ലൂപ്പായിട്ട് ക്രിയേറ്റ് ആക്കി കിട്ടും. ആ ഒരു ലൂപ്പിലൂടെ നമ്മുടെ നീഡിൽ ഒരു 2 പ്രാവശ്യം ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ നോട്ടായി കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഫ്ലവേഴ്സ് ചെയ്യാം അല്ലേ, ഈ 2 ചെറിയ ഫ്ലവേഴ്സും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്കാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു കളറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കളറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ത്രെഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതും ഞാൻ 4 സ്ട്രാൻഡ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4 സ്ട്രാൻഡ്സ് ഇതൊന്നൊന്ന് വേറെയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതിൽ 2 സ്ട്രാൻഡ്സും ഉണ്ട്, ഇതിൽ 4 സ്ട്രാൻഡ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ 4 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നീഡിലോട്ട് കോർത്ത് കൊടുക്കാം. നീഡിൽ ത്രെഡ് ഇടുക എന്ന് പറയുന്നതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ്. നമ്മൾ നോർമൽ ത്രെഡ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് സ്ട്രാൻഡ്സ് കൂടുതലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെറിയ ഹോളുള്ള നീഡിൽ ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണിത്. നോർമലി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ ഒരു ടൂളിൻ്റെ പേര് എനിക്കറിയില്ല, നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും. അപ്പം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാനിതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാത്തത്. അപ്പോൾ നമുക്കിനി ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറോടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഫ്ലവർ കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ 3 ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് യെല്ലോ കളർ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഇതിന്ന് ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം, കാരണം ഇത് എവിടെയും മാത്രം മതിയല്ലോ. അപ്പോൾ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് നീഡിലോട്ട് കോർത്തെടുക്കാം. ഞാനിത് 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഓക്കെ നമ്മൾ നീഡിലിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഞാനത് 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓക്കെ നമ്മൾ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വലിയ ഫ്ലവറിന് റെഡ് ത്രെഡ് വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. ഇത് പിങ്ക് വെച്ചിട്ട് ചെയ്തു. നമ്മൾ ഉള്ളിലുള്ള ഇത് യെല്ലോ വെച്ചിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലീഫ് ഇനി ചെയ്യാം. അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ കളറിന് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതും ഞാൻ 4 സ്ട്രാൻഡ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ 4 സ്ട്രാൻഡ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്യാമറയിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 4 സ്ട്രാൻഡ്സിൽ എല്ലാതും ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് ചെറിയ സ്ട്രാൻഡ്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ കൂടുതൽ സ്ട്രാൻഡ്സ് എടുത്ത് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും നമ്മൾ ചെറിയ കുറച്ച് സ്ട്രാൻഡ്സ് മാത്രം എടുത്തിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഓക്കെ നമ്മൾ 4 സ്ട്രാൻഡ്സ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ നീഡിൽ അത് കോർത്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് യെല്ലോ ത്രെഡ് ഞാൻ മാറ്റി. ഇനി നമുക്കിത് ഈ നീഡിലിൽ കോർത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ത്രെഡ് കുറച്ച് മാത്രം വലിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം നോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു എംബ്രോയ്ഡറിയിൽ ഈ ഒരു ഡിസൈനിൽ കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഒരു ലീഫ് കംപ്ലീറ്റ്ലി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോട്ട് ചെയ്ത് കൊടുക്കാം. നോട്ട് ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കത് നോട്ട് ചെയ്തെടുക്കാം. നമുക്ക് മറ്റുള്ള ലീവ്സ് കൂടി ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമുക്ക് നോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഈ ലീവ്സ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡിസൈനിൽ കംപ്ലീറ്റ്ലി റണ്ണിങ് സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമുക്കൊരു ക്ലാസി ലുക്ക് ഈ ഒരു ഡിസൈനിന് വന്നിട്ടുണ്ട്. നമ്മളിത് ചെറിയ സ്ട്രാൻഡ്സിൽ, അതായത് 3 സ്ട്രാൻഡ്സൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ 4 സ്ട്രാൻഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ഡിസൈൻസ് ചെറിയ സ്റ്റാൻഡ്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് നമ്മുടെ ഡ്രസ്സസിൽ, കുട്ടികളുടെ ഡ്രസ്സസിലാണെങ്കിലും നമുക്ക് നമ്മുടെ വലിയവരുടെ ഡ്രസ്സസിലാണെങ്കിലും നമുക്ക് ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോട്ടിഫിൽ അപ്ലൈ ചെയ്യുന്നത് കാണണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും മോട്ടിഫിൽ അപ്ലൈ ചെയ്യുന്നത് കാണണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു മോട്ടിഫിൽ നമുക്ക് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മേഘം ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ, അതിന് വേണ്ടിയിട്ടൊരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ നീഡിലിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റം കുറച്ച് മാത്രം എടുത്തതിന് ശേഷം മറ്റേ അറ്റത്ത് നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണല്ലോ. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പോർഷനാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ്. ഈ ഒരു ഇതിൽ പറയുമ്പം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, ഇതിൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം താഴത്തുനിന്ന് മുകളിലോട്ട് നമുക്ക് നീഡിൽ കൊണ്ടുവരാം. സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ കുറച്ച് അപ്പുറത്തുനിന്ന്
നമുക്ക് ത്രെഡ് എടുക്കാം. എന്നിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റിൽ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ നമുക്ക് താഴത്തോട്ട് നീഡിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡ് വന്നിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു പോയിന്റിൻ്റെ കുറച്ച് ഇപ്പുറത്തു നിന്നായിട്ട് നമുക്ക് ത്രെഡ് മുകളിലോട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എടുക്കാം. എന്നിട്ടത് മുകളിൽ വലിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ത്രെഡ് എടുത്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിലൂടെ നമുക്ക് നമ്മളെ നീഡിൽ താഴത്തോട്ട് കൊണ്ടുപോകാം. ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്തു. അതുപോലെ നമുക്ക് കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പോർഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേഘം കംപ്ലീറ്റ് ആയി. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് രണ്ടും ഏകദേശം ഈക്വലാണ്, ചെയ്യുന്ന രീതിയൊക്കെ ഏകദേശം ഈക്വലാണ് എന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം പെട്ടെന്ന് കഴിയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്ക് കഴിയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ബാക്ക് സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം, റണ്ണിങ് സ്റ്റിച്ചിനേക്കാൾ പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഇനി നിങ്ങൾ വർക്ക് ചെയ്യുമ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏതാണ് നിങ്ങളത് പെട്ടെന്ന് കഴിഞ്ഞത്, റണ്ണിങ് സ്റ്റിച്ചാണോ ബാക്ക് സ്റ്റിച്ചാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിതിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മേഘത്തിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ നോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കൊണ്ടുപോയി ആ ലൂപ്പിലൂടെ നമ്മൾ നീഡിൽ 2 പ്രാവശ്യം എടുത്തു. എന്നിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ നോട്ടായി വന്നു. കട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളിവിടെ ബാക്ക് സ്റ്റിച്ചിൽ നമ്മുടെ ഈ മേഘം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബേബീനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു കളർ വെച്ചിട്ട് നമുക്കിനി ബേബീനെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിൻ പോർഷൻ്റെ, ബേബിയുടെ ചിൻ പോർഷൻ്റെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ കുറച്ച് പുറത്തുനിന്ന് നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് സ്റ്റാർട്ടിങ് പോയിൻറ്റിലൂടെ താഴത്തോട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു നോസിൻ്റെ പോർഷനും ഈ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് നോസിൻ്റെ പോർഷനിൽ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോസ് വളരെ ചെറിയൊരു പോർഷനാണല്ലോ, അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റിച്ചസ് മാത്രമേ നമുക്കവിടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് അത് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കേർവൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ സ്റ്റിച്ചസ് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു സ്ക്വയർ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റിച്ചസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ ഓക്കെ, നമ്മളെ നോസ് ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ സ്റ്റിച്ചസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിതുപോലെ കറക്റ്റ് റൗണ്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ പോർഷൻസൊക്കെ വരുമ്പം നമ്മൾ നിർബന്ധമായിട്ടും ചെറിയ സ്റ്റിച്ചസ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി നമുക്ക് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഐൻ്റെ പോർഷനും അതുപോലെ ഇവിടെ ചെറിയ 2 ഹെയർ വന്നിട്ടുണ്ടല്ലോ, ആ ഒരു പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ എടുക്കാം. അപ്പം ഞാൻ ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം തീരെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് മറ്റേയും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ 2 ഐസും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് എവിടെയും ചെയ്യണ്ട. ഇനി നമുക്ക് നെക്സ്റ്റ് ബേബിയുടെ ഈ ഒരു ക്യാപ്പും അതുപോലെ ഈ ഒരു ട്രൗസേഴ്സും ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് കളർ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ക്യാപ്പ് ഇവിടെ കംപ്ലീറ്റ്ലി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബേബിയുടെ ലിപ്പിനും കൂടെ നമുക്ക് ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേബിയുടെ ട്രൗസേഴ്സും ക്യാപ്പും ലിപ്പും നമ്മൾ ഈ ഒരു റെഡ് ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തെടുത്തു. നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മോട്ടിഫും ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൂണിന് മാത്രമേ ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രെഡ്. ഇനി നമുക്ക് ഈ ഒരു മൂണിനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും കംപ്ലീറ്റ്ലി ഇവിടെ മോട്ടിഫിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു സ്ട്രൈറ്റ് ലൈനിൽ ചെയ്തപ്പം നിങ്ങൾക്ക് വന്നിരുന്ന ഡൗട്ടൊക്കെ ഇതോടെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് മോട്ടിഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുമ്പം കേവി ആയിട്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കാർബൺ പേപ്പർ വെച്ചിട്ട് എങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പം നിങ്ങൾക്ക് വന്നിട്ടുള്ള ചെറിയ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ എന്തെങ്കിലും മോട്ടിഫ് വരച്ച് ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾ ഡ്രസ്സിലൊന്നല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും മോട്ടിഫ് വരച്ച് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മോട്ടിഫ് വരച്ച് അതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി വരും ക്ലാസ്സസിലൊക്കെ നമ്മൾ
കുറച്ചുകൂടി എംബ്രോയ്ഡറി ഡിസൈൻസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച ആ ഒരു റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും നമ്മൾ ഇന്ന് മോട്ടിഫിൽ അപ്ലൈ ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതോടെ മാറി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളൊരു ഡിസൈന്, ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്യുമ്പോഴും അതുപോലെ അതൊരു മോട്ടിഫിൽ അപ്ലൈ ചെയ്യുമ്പോഴും രണ്ടും രണ്ട് രീതിയിലായിരിക്കും അല്ലേ. അപ്പം മോട്ടിഫിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പം പല ഭാഗത്തും കേവി ആയിട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെയ്യുന്നതിനൊക്കെ കുറച്ച് കോംപ്ലിക്കേഷനാണ് നമ്മൾ മോട്ടിഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്ലാസ്സസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അറിഞ്ഞാൽ മാത്രമേ നമുക്കത് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.